ഹോട്ട് ലൈവ് തുടരുന്നു. കർണാടക ഹൊൻസൂരിൽ മലയാളിയുടെ ജ്വല്ലറിയിൽ കവർച്ചാ സംഘം ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ജീവനക്കാർക്ക് നേരെ 2 തവണയാണ് കവർച്ചാ സംഘം വെടിയുതിർത്തത്. ഭാഗ്യം കൊണ്ടാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. ജ്വല്ലറിയിൽ നടന്നത് 10 കോടിയുടെ വൻ കവർച്ചയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. 8.5 കിലോ സ്വർണ്ണ വജ്ര ആഭരണങ്ങളാണ് കവർന്നത്. സംഘം 8 മിനിറ്റ് കൊണ്ടാണ് മോഷണം നടത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. KB ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഭാഗ്യം കൊണ്ടാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. അതായത് 2 തവണ ജീവനക്കാർക്ക് നേരെ വെടിതുറക്കുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു കവർച്ച? മാത്രമല്ല ഇതോടൊപ്പം ഈ പ്രതികളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ടോമെ, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ ജ്വല്ലറി ജീവനക്കാർ കവർച്ച നടത്തിയതിനു ശേഷം ഈ സംഘത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ തോക്കുപയോഗിച്ച് ഇവർക്ക് നേരെ നിറയൊഴിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഭാഗ്യം കൊണ്ട്, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. പക്ഷെ അപ്പോഴും 8 മിനിറ്റ് കൊണ്ട് 8.5 കിലോ സ്വർണം, അതായത് 10 കോടിയോളം രൂപ വില വരുന്ന സ്വർണം കവർ ചെയ്തു. ഇതാണ് എഫ്ഐആറിൽ പറയുന്നത്. അത്രത്തോളം സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്ത ഒരു സംഘം, 5 പേരടങ്ങുന്ന സംഘം. CCTV ദൃശ്യങ്ങളിൽ ഇവരുടെ മുഖങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പട്ടാപ്പകൽ നടന്നൊരു സംഭവമാണ്. ഇതിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നടന്ന സംഭവമാണ്. 2 ദിവസമാകുന്നു ഈ കവർച്ച നടന്നിട്ട്. ഒരു തുമ്പ് പോലും പ്രതികളെക്കുറിച്ച് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപകമായി ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഘം കേരളത്തിലേക്ക് കടന്നതായുള്ള ഒരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. 5 അംഗ സംഘത്തെ, പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. പക്ഷേ ഈ പ്രതികൾ എങ്ങോട്ട് പോയി എന്നത് കൃത്യമായി പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുഖം മൂടി ധരിച്ച് വെറും ഇരുചക്ര വാഹനത്തിലെത്തുന്നു. കടയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ വജ്രാഭരണങ്ങളും കൊള്ളയടിക്കുന്നു. ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, ഇവർക്ക് നേരെ നിറയൊഴിക്കാനും മടിക്കാത്തൊരു സംഘം. ആരാണ് ഈ സംഘം? അതാണ് ഏറ്റവും പ്രധാനം. ഇവർ ഹിന്ദി സംസാരിച്ചു, ഇംഗ്ലീഷ് സംസാരിച്ചു. അത് ഒരു പക്ഷേ ഈ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കുമെന്ന പോലീസ് നിഗമനമുണ്ട്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിന്റെ ഒരു സ്റ്റൈൽ ഇതുപോലെയാണ്. ഈ രീതിയിലുള്ള ഒരു കവർച്ചയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലത്ത് തമ്പടിക്കും, അവിടെ കൃത്യമായി നിരീക്ഷണം നടത്തും, പിന്നീട് ആ കടയോ അതല്ലെങ്കിൽ വീടോ മുഴുവൻ കൊള്ളയടിക്കും. അങ്ങനെയുള്ള ഒരു സംഘമാണ് തമിഴ്നാട്ടിൽ നിന്നുണ്ടാവുക. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണോ ഇത്? ഇവർ രക്ഷപ്പെട്ടത് എങ്ങോട്ടേക്കാണ്? ഇനി കേരള വഴി ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ? അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിലെ പട്ടന്നൂരിലുള്ള മലയാളിയുടെ ഒരു ജ്വല്ലറിയാണ് സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന ഈ ജ്വല്ലറി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലാണ് ഇങ്ങനെ പട്ടാപ്പകൽ കൊള്ള നടന്നിരിക്കുന്നത്. അതും ഇവരുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇവരുടെ മുഖം വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ഇതാരാണ് എന്നത് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സമാനമായ രീതിയിൽ കർണാടകയുടെ പല ഭാഗങ്ങളിലും തോക്ക് ചൂണ്ടിയുള്ള കവർച്ച ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ബാഗിലേക്ക്, ATM-ലേക്ക് നിറക്കാൻ കൊണ്ടുവന്ന പണം ഇത്തരത്തിൽ കൊലപ്പെടുത്തിയൊക്കെ തട്ടിക്കൊണ്ടുവന്ന സംഭവം ഉണ്ടായിരുന്നു. അതിലെല്ലാം പ്രതികളെ വളരെ പെട്ടെന്ന് പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു. പക്ഷേ കർണാടക പോലീസ് പകച്ചു നിൽക്കുകയാണ്. ഇതാരാണ് ഈ കവർച്ച നടത്തിയെന്ന കാര്യത്തിൽ ഇതുവരെ ഇവരുടെ സൂചനകൾ ലഭിച്ചിട്ടില്ല. ഇവർ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് സൂചന ലഭിച്ചിട്ടില്ല. പ്രധാനമായും ഈ ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഭാഗമണ്ഡലം ഭാഗത്തേക്കാണ്, അതായത് മടിക്കേരി ഭാഗത്തേക്കാണ് ഈ സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇരുചക്ര വാഹനത്തിൽ തന്നെയാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ അവിടെ നിന്നും ഭാഗമണ്ഡലം വഴി കേരളത്തിലേക്ക് കടക്കാൻ വഴിയുണ്ട്. അത് മാത്രമാണ്, കേരളത്തിലേക്ക് കടക്കാൻ മാത്രമാണ് അതുവഴി അവർക്ക് പറ്റുക. അങ്ങനെ കേരളത്തിലേക്ക് ഈ സംഘം കടന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? അതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു കേസ്, അവരുടെ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും കവർച്ചാ സംഘത്തെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ഇത് പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ? അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, അവർ കേരളത്തിലേക്കാണ് ഈ കവർച്ചാ സംഘം കടന്നതെന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മോഷണത്തിന് പിന്നിൽ മലയാളി ബന്ധമുണ്ടാകുമോ?
ടോമെ, അത് തുടക്കത്തിൽ തന്നെ കർണാടക പോലീസ് അത്തരത്തിലൊരു സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു സ്ഥിരീകരണം എത്താറായിട്ടില്ല. കാരണം ഇതൊരു സ്റ്റൈൽ, ഈ ഒരു കവർച്ചയുടെ സ്റ്റൈൽ നോക്കുമ്പോൾ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള സംഘങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റൈൽ എന്നാണ് കർണാടക പോലീസായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഈ അന്വേഷണ സംഘവുമായിട്ട്. അവർ പറയുന്നത് അങ്ങനെയാണ്. അത് കൂടാതെ ഈ മടിക്കേരി, കൊടക് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ വലിയ തോതിൽ വനമേഖലയാണ്. ഈ വനത്തിനകത്ത് എവിടെയെങ്കിലും ഇവർ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തമ്പടിച്ച് നിൽക്കുന്നുണ്ടോ, ഇതിൽ കൂടുതൽ പേരുണ്ടോ എന്നതും വലിയ സംശയം ഉയർന്നുണ്ട്. 5 അംഗ സംഘമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വെടിയുതിർക്കുന്നതൊക്കെ ഈ ഒരു സംഘമാണ്. ഇതിൽ ഒരാൾ ഹെൽമെറ്റ് ആ കടയിൽ ഊരി വെച്ച് മോഷണം നടത്തുന്നു. അത്രയും കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഹനുമന്ത ജയന്തി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ ആ ഒരു ഹനുമന്ത ജയന്തി ആഘോഷവുമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് ഈ സ്ഥാപനത്തിൽ കവർച്ച നടക്കുന്നത്. ഞായറാഴ്ച തുറന്നു പ്രവർത്തിച്ചിരുന്നു. അവിടെ സമീപത്തുണ്ടായിരുന്ന കടകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചിരുന്നില്ല. പട്ടാപ്പകൽ നടന്നൊരു കവർച്ച. ഇതിൽ മലയാളി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സ്ഥിരീകരണം എത്താൻ പോലീസിന് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ വ്യാപാര സ്ഥാപനങ്ങളെ പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു സുരക്ഷാ ജീവന ഉപയോഗിച്ചാൽ മാത്രം തടയാൻ കഴിയുന്നതല്ല. ഇത്തരത്തിൽ 5ഓളം വരുന്ന സംഘം തോക്കും മറ്റ് സംഭവങ്ങളുമായൊക്കെ വരുന്നു. വലിയ തോതിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, വെടിവെക്കുന്നു. അങ്ങനെ ഒരു കവർച്ചയാണ് ഇതുണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 മിനിറ്റ് സമയമാണ് CCTV പരിശോധിച്ചപ്പോൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. FIR-ലും പറയുന്നത് അതാണ്. 8 മിനിറ്റ് കൊണ്ട് തന്നെ 8.5 കിലോ സ്വർണം, അതായത് അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണം ഈ സംഘം ജീവനക്കാർക്ക് ഏതെങ്കിലും പങ്ക് കാണുമോ, ഈ ആസൂത്രണത്തിൽ പങ്കാളികളായിട്ടുണ്ടാകുമോ? കാരണം അവർക്ക് നേരെ വെടിവെക്കുന്നു, ആരുടെയും ദേഹത്ത് ഈ വെടികൊണ്ട് കൊണ്ടിട്ടില്ല, മറ്റേ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം കൃത്യമായും ഒരു 8 മിനിറ്റിൻ്റെ ഇടവേളയിൽ നടന്ന കവർച്ച 10 കോടി രൂപയിലധികം വരുന്ന, അതായത് ഏകദേശം 8.5 കിലോയോളം വരുന്ന സ്വർണവും വജ്രവും അവിടെ നിന്നും കവരുന്നു. അന്വേഷണ സംഘം, ഈ കവർച്ചാ സംഘം കൃത്യമായും ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നു. വലിയൊരു ഗൂഢാലോചന, ആ ആസൂത്രണം ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ളതായി സംശയിക്കുന്നുണ്ടോ പോലീസ്? ടോമെ, എന്തായാലും ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു ആസൂത്രണം ഈ കവർച്ചയ്ക്ക് പിന്നിലുണ്ട് എന്ന് തന്നെ തുടക്കത്തിൽ തന്നെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ജ്വല്ലറിയിലെ ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ജ്വല്ലറി ജീവനക്കാരെ മുഴുവൻ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. പ്രധാനമായും ഈ മാനേജർ അസ്കർ ഈ സംഘത്തെ തടയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അത് മാനേജറാണ്, ആ സ്ഥാപനത്തിന്റെ മാനേജർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ മാനേജറെ തടയുന്നു ഈ സംഘം അയാളെ വെടിവെക്കാൻ വരുന്ന ഒക്കെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതിനുശേഷം ഈ ഇരുചക്ര വാഹനത്തിൽ തന്നെയാണ്, ഈ ബൈക്കുകളിൽ തന്നെയാണ് ഈ സംഘം അവിടുന്ന് രക്ഷപ്പെടുന്നത്. കുറെ ദൂരം ഇവരെ പിന്തുടർന്നു എന്നാണ് പറയുന്നത് ഈ മാനേജർ. പോലീസിന്റെ ചോദ്യം ചെയ്യൽ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ പിന്നീട് ഈ സംഘത്തെ കാണാതെ രീതിയിൽ ഇവർ മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സമാനമായ രീതിയിൽ കവർച്ച നടന്നിട്ടുണ്ടോ, ഈ സംഘങ്ങൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഈ സംഘങ്ങൾക്ക് ഏതെങ്കിലും കേസുമായി ബന്ധമുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനാണ് വിപുലമായ ഒരു 5 അംഗ സംഘത്തെ പ്രധാനമായും രൂപീകരിച്ചത്. ഈ ജീവനക്കാരെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. അതിനിടയിൽ തന്നെ ഈ സംഭവം നടന്ന മിനിറ്റുകൾക്ക് അകം തന്നെ എല്ലാ ചെക്ക് പോസ്റ്റുകളും, അതിർത്തിയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളും അടച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ സംഘം എങ്ങോട്ട് പോയി? കാരണം ഇത് 5-ൽ കൂടുതൽ സംഘം ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. 5 അംഗ സംഘം നേരിട്ട് കവർച്ചയ്ക്ക് പങ്കെടുത്തു. ഇതിന് പിന്നിൽ വലിയൊരു സംഘം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളി. കേസിലാണ് നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 8 മിനിറ്റിനിടെ 8.5 കിലോ സ്വർണമാണ് അവിടെ നിന്നും കവർന്നത്. ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്ത ശേഷം കവർച്ചാ സംഘം രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.